ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് പള്ളിക്കലോസാറ് മാവഞ്ചോട് ഭാഗത്തു നിന്ന് കുറച്ച് താഴോട്ടാട്ടോ. ഈ കാണുന്ന പള്ളി മദ്രസന്റെ നേരെ ബാക്ക് ഭാഗത്ത് ഈ ഒഴിഞ്ഞ സ്ഥലത്ത് കാട് വെട്ടുന്നതിനിടയിൽ കൂടെ കാട് ഇങ്ങനെ വെട്ടി ഏകദേശം ലാസ്റ്റ് ഭാഗത്തെത്തി. ആ പള്ളീൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞതാണ്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കേട്ടപ്പം കാട് വെട്ടുന്ന വ്യക്തി വെട്ടൽ നിർത്തി. ആ സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയ കൂടാണ് കാടുന്നത്. എന്തായിരിക്കും അവസ്ഥ അല്ലേ? ആ കാട് വെട്ടുന്ന സമയത്ത് ആ മെഷീനൊക്കെ അന്ന് തട്ടിക്കാന്നുണ്ടെങ്കിൽ ആ വ്യക്തി ചിലപ്പം മരിക്കുന്ന ഒരവസ്ഥ വരെ വരും. ഇത് കുത്തിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ആൾ മരിച്ചിട്ടുണ്ട്. അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ നമ്മൾ രാവിലെയാണ് അത് ചെയ്യാൻ പോയത്. അപ്പോൾ മദ്രസയിലൊക്കെ ആളുള്ളത് കൊണ്ട് പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞു, ഈ വ്യക്തിൻ്റെ ഓരോ സ്ഥലത്താട്ടോ ആളുകളൊക്കെ പറഞ്ഞു ഈ സമയത്ത് വെട്ടേണ്ട പ്രയാസമാകും, ആളുകളുണ്ട്, മദ്രസയിലൊക്കെ കുട്ടികളുണ്ട്, ബുദ്ധിമുട്ടാണ്, അടുത്തൊക്കെ വീടുകളുണ്ട്. അത് ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് പിന്നെ അത് ചെയ്യാനൊരു ബുദ്ധിമുട്ടായി. നമ്മൾ അതിനുള്ള ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി പിന്നീട് തിരിച്ചു പോന്ന്. പിന്നെ അതുപോലെ തിരിച്ച് രാത്രി ഒരു 8:30-9 9ൻ്റെ ശേഷം പള്ളിയിലുള്ള മൗലൂദും പരിപാടിയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന്. അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ അതിനുള്ള ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ധരിച്ച് പിന്നീടാട്ടോ പോയി ചെയ്തത്. അപ്പോൾ ഫുൾ വീഡിയോസ് കാണുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ആരും തന്നെ അതിനെക്കുറിച്ച് അറിയാതെ അതിനുള്ള സേഫ്റ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ ആരും തന്നെ പോയി ചെയ്യരുത്. അതാണ് പ്രത്യേകം ഇത് പറയാനുള്ളത്. അത്രയും ഡേഞ്ചർ കേസാണ്, കുത്തിയാൽ മരണം വരെ സംഭവിക്കും, അത്രയും ഡേഞ്ചറാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. ഓക്കെ, ആരുടെങ്കിലും ശ്രദ്ധയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റെസ്ക്യൂമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധയിൽ കാണുകയാണെങ്കിൽ ഇതിന് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഈ നമ്പറുമായി ബന്ധപ്പെടാം. ഓക്കെ, സാധനം കൂടുതലുള്ള സ്ഥലം ഇപ്പോൾ അവിടെ അല്ലേ, കൂടെ അവിടെ ഉണ്ടായി. മറ്റൊരു കൂടുതൽ പൂർണ്ണമായിട്ടുണ്ട്. കുഞ്ഞുങ്ങളായിട്ടുണ്ടായി കുറേ, ഫുള്ള് കുട്ടികളായിരുന്നു. ഏകദേശം രാത്രി ആയതുകൊണ്ട് ഫുള്ള് പോന്നിട്ടോ, ഒറ്റൊന്നും ബാക്കിയായില്ല, ഫുള്ളുകൊണ്ട് പോന്നു. ഏതായാലും പൂർണ്ണമായിട്ടും കൂടെ ഒഴിവാക്കിട്ടോ. വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.